പബ്ലിക് ന്യൂസൻസാ വഴി കിടന്ന് പോക്കിത്തരം കാണിക്കുന്നു കൊണ്ടുപോയനെ. സാറേ താങ്ക്സ് ഒന്നും വേണ്ട. എന്ത് താങ്ക്സ്? അവിടെ തലയിൽ പൊളിച്ചാൽ നിന്നെ കൂടെ എടുത്തോണ്ട് പോകണ്ടോ? അയ്യോ സാറേ വായിൽ തോട്ടാ ഞാൻ രക്ഷിച്ചേ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നീ ഒന്നും കണ്ടില്ല കേട്ടില്ല, മനസ്സിലായി? ഞാൻ സൂക്ഷിച്ചോ, എൻ്റെ നമ്പരാ, എന്തെങ്കിലും ആവശ്യം വിളി. പോയോ? അയ്യോ പേടിച്ചു പോയേട്ടാ. ഇല്ല, ഞാൻ കണക്ക് നോക്കായിരുന്നു. അവരെന്താ പറഞ്ഞേ? ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞു. അതേ നമ്പറൊക്കെ തന്നെ ഇടയ്ക്ക് വിളിക്കാൻ. അതാരാന്ന് മനസ്സിലായോ നിനക്ക്? പോലീസുകാരല്ലേ? അതല്ല, നീ തലയിൽ പൊളിച്ചത് ആരുടെയെന്ന് മനസ്സിലായോന്ന്? അവനേതാ പടക്ക കച്ചവടക്കാരൻ, കയ്യിൽ ഗുണ്ടൊക്കെ ഉണ്ടല്ലോ. അവന്റെ വിചാരം എന്താ വലിയ ഗുണ്ടയാന്നാ? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അതെ, ഗുണ്ടയാ. പാപ്പി, തോട്ടപ്പാപ്പി. പണിയാൻ ആളെ അയക്കുന്നതിന് മുമ്പ് ആളും തരവൊക്കെ നോക്കണ്ടാ ശേഖറ. മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ട്രെൻഡിങ് നമ്പർ 1. മാർക്കറ്റിൽ മീൻ കച്ചവടമായിട്ട് തുടങ്ങിയതാ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത് തോട്ടെടുത്തെറിയും. അതാ അവൻ്റെ തരം. അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാ തോട്ടപ്പാപ്പി. ശരിക്കും ഇവൻ ഒറ്റയ്ക്കല്ല, ഇവർ രണ്ടുപേരാണ്. മറ്റവൻ ബിബി, ബ്ലേഡ് ബിബി. ശരിക്കൊരു നൊട്ടോറിയസ് സൈക്കോ, തനി ഭ്രാന്തൻ. ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ മഹാവിഷയമാണ്. പിന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് അവന്മാരുടെ കണ്ടുകൊണ്ട് അതിൻ്റെ പുറകിൽ കള്ളക്കടത്ത്, കൂലിത്തല്ല്, മീറ്റർ വലിച്ച കുഴൽപ്പണം സകല ഉടായിപ്പോയി. അവന്മാരെ ചൊറിഞ്ഞിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് മിസ്സായ എന്തായാലും മറ്റവൻ്റെ കയ്യിൽ നിന്ന്. തനിക്ക് പറഞ്ഞുകൂടായിരുന്നു അത് ഗുണ്ടയാന്ന്. പിന്നെ അവനോട് നിൽക്കുമ്പോൾ ഞാൻ മൈക്കും കോളാമ്പി വെച്ച് അനൗൺസ് ചെയ്യാം ഗുണ്ടയാണ് ഗുണ്ടയാണെന്ന്. ഇത്ര ബിൽഡപ്പുള്ള ഗുണ്ടയാന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പോലീസുകാരെ എടുത്തിട്ട് നീ എന്ത് വിചാരിച്ചു? അയാൾ പള്ളിയിലച്ചനാണെന്നോ? മുങ്ങിക്കോ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും മുങ്ങ്. പോലീസുകാരുടെ കൂട്ടുകാരെ വന്ന് രക്ഷിക്കാൻ പറ. എന്റെ കർത്താവേ, അയ്യോ.